അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് ജനമനസ്സറിഞ്ഞ് നമ്മളുടെയും സൈക്കിൾ യജ്ഞം. അപ്പോൾ കുറേ നാളുകളായിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സൈക്കിൾ യജ്ഞം തീർന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, തീർന്നിട്ടില്ല. 24ന്റെ ഇലക്ഷൻ സ്പെഷ്യൽ സൈക്കിൾ യജ്ഞം തുടരുകയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴ മണ്ഡലത്തിലാണ് ഇന്ന് സൈക്കിൾ യജ്ഞമുള്ളത്. വോട്ടേഴ്സിന്റെ മനസ്സറിഞ്ഞ ടീം 24 യാത്ര തുടരുകയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നമ്മൾ അങ്ങനെ ജെട്ടിയിൽ വന്നല്ലേ. ഈ ആലപ്പുഴ ജെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കളിയല്ല. ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നുള്ളവരും ആലപ്പുഴയിൽ വന്ന ബോട്ട് ജെട്ടിയിൽ വന്ന് ഒരു ബോട്ടിങ്ങിന് പോവാതെ ഒരു പരിപാടിയില്ല. ഒരുപാട് വിദേശികൾ എത്തുന്ന സ്ഥലമല്ലേ. അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടെ ഒക്കെ വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പം കണ്ടതാണ്. ഒരു വൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ഈ ഒരു പ്രദേശത്തെ പറ്റി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുട്ടനാട് മാവേലിക്കര മണ്ഡലത്തിലാണ് പെടുന്നത്. അപ്പൊ അങ്ങനെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന പകുതി ഭാഗങ്ങളാണ് കുട്ടനാടിന്റെ ഉള്ളത്. ഇവിടെയാണോ ചേട്ടന്റെ സ്ഥലം? എന്റെ സ്ഥലം ഇവിടെയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ MP ആരാ? ഞങ്ങളുടെ ഇപ്പോഴത്തെ ആരിപ്പമ്പിയാണ്. ആര് ജയിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ടൈറ്റ് ആണ് നിൽക്കുന്നത് ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ. ആലപ്പുഴ മണ്ഡലമാണ് ശക്തമായ ത്രികോണ കൺഫ്യൂഷൻ ഉണ്ടോ ആർക്ക് കുത്തണമെന്ന്? ആ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, സാധ്യത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടാ, നമ്മൾ ഈ വികസനം ആണ് പ്രധാനമായും എല്ലാ പാർട്ടിക്കാരും മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അപ്പോൾ നമ്മൾ ഈ ആലപ്പുഴയിൽ ജയിച്ചു വരുന്നവർ നിങ്ങൾക്ക് എന്ത് വികസനം കൊണ്ടുവരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇവിടെ കുടിവെള്ളത്തിന്റെ ഭയങ്കര വിഷയം തന്നെയാണ്. ഇവിടെ വെള്ളമാണ്. പിന്നെ ഇവിടെ ഇതിന്റെ ഇത് മൊബൈൽ ഹബ്ബ് തുടങ്ങാന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ അതിന്റെ ടെൻഡർ വിളിച്ചിട്ട് ആരും ഇത് എടുക്കാൻ പോലും വരുന്നില്ല. ഈ ബോട്ട് യാത്രയൊക്കെ നടത്തുമ്പോഴേ ഒരുപാട് പരാതികളൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കാറുണ്ട്. ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും പരാതി? ബോട്ട് യാത്ര നടത്തുമ്പോൾ സമയത്തിന് ബോട്ട് കിട്ടാറില്ല, അങ്ങനെയൊക്കെ വരും. ഞങ്ങൾ 1 മണിക്കൂറോളമൊക്കെ ഇങ്ങനെ ജെട്ടിയിലിരിക്കണം. ഇത് നമ്മൾ ഈ ജെട്ടിയിലൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാനുള്ളൊരു സംവിധാനം ഇല്ല എന്നൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വൃത്തിയില്ല. അത് അവിടെ ഇരിക്കുന്നവർ കുറച്ച് പേരുണ്ട്, അവർ വെള്ളം അടിച്ച് അവിടെ ഇരിക്കും. അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടാണ് അങ്ങോട്ട് പോകാൻ. എല്ലാ ദിവസവും കാര്യം പറഞ്ഞു. ന്യൂസ് 24 അത് കേട്ടാ മതി നമുക്ക്. അപ്പൊ എല്ലാ ദിവസവും കണ്ടോ? അപ്പൊ കുറച്ചൊക്കെ പാർട്ടിയെ കുറിച്ചൊക്കെ അറിയണം, നല്ലതാ. സ്മിതപ്രവിധ, നമുക്ക് സർക്കാരിന്റെ ഒരു ബോട്ട് കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു തുച്ഛമായ നിരക്കിൽ നമുക്ക് ഈ ആലപ്പുഴയൊക്കെ ചുറ്റിക്കാനുള്ള ഒരു സംവിധാനമാണ് ഒരുക്കുന്നത്. നമുക്ക് പോയാലോ ഒന്ന് അതിലേക്ക് വരെ. ഹലോ സർ, നമ്മൾ ഈ ബോട്ട് കണ്ടിട്ട് കയറിയതാണ്. ഏത് ബോട്ടിന്റെ പ്രത്യേകത എന്താണ്? ബോട്ട് സംസ്ഥാന സർക്കാരിന്റെ ജലഗതാഗത വകുപ്പിലൂടെ പുതിയ ഇറക്കിയിരിക്കുന്ന ഒരു നൂതന വിനോദസഞ്ചാര സംരംഭമാണ്. അതായത് ചെലവ് കുറഞ്ഞ നിരക്കിൽ 5 മണിക്കൂർ കൊണ്ട് 50ഓളം കിലോമീറ്റർ കറങ്ങാൻ പറ്റുന്ന, അതായത് ആലപ്പുഴയിൽ ഒരു വ്യക്തി വന്നാൽ അദ്ദേഹം കണ്ടിരിക്കേണ്ട ആലപ്പുഴയിലെ പ്രസക്തമായ എല്ലാ പ്രദേശങ്ങളിലൂടെയും 5 മണിക്കൂർ സമയം കൊണ്ട് കറങ്ങുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകതയുള്ള ഒരു ബോട്ട്, അതും വളരെ ചെലവ് കുറഞ്ഞ നിരക്കിൽ. ഇവിടെ നമ്മുടെ യാത്രക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് പേര്. ഈ ഹൗസ് അല്ല, ഈ ബോട്ട് ഹൗസ്ഫുൾ ആണ്. അതെ, ഞങ്ങളൊരു യൂണിറ്റ് ആയിട്ടാ, കുടുംബശ്രീ യൂണിറ്റ്. അത് ഞങ്ങൾ 16 പേര്. അതെ, സ്ത്രീകളാണ് കൂടുതലും. തകർക്കണം. എന്റെ പേര് പ്രസന്ന. പന്തളാണ്. അപ്പൊ അവിടെ ആരാ ജയിക്കുക എന്തെങ്കിലും അറിയാമോ? മനസ്സിലൊരു ഐഡിയ ഉണ്ടോ? എന്നോട് മാത്രം പറഞ്ഞു. അത് വേണ്ട, എനിക്കറിയാതെ, അതുകൊണ്ട് ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ മുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ മലരേ, തേൻ വണ്ടു ഞാൻ. നമ്മളിപ്പോ ഉള്ളത് ഈ ബോട്ടിന്റെ AC-ലാണ് അല്ലേ? AC കമ്പാർട്ട്മെന്റിലാണ്. അതെ അതെ. നമ്മുടെ ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും എത്ര സർവീസ് നടത്താറുണ്ട്? എല്ലാ ദിവസവും ഒരു സർവീസാണ് ഉള്ളത്. ഇതുകൂടാതെ വേറൊരു സർവീസും ഉണ്ട്. എത്ര മണി തുടങ്ങിയാണ്? 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 4 മണി വരെയാണ്. 4 മണി.
Passengers ഒക്കെ ആ എവിടുന്നൊക്കെ ഫുള്ളായിരിക്കും. പുറത്തുനിന്നൊക്കെ വരുന്ന ആ ആളുകളാണ്. പുറത്തുനിന്നും കൂടുതലും കേരളത്തിൽ നിന്ന് ഉള്ളതാണ്. ഈ യാത്രക്കിടയിൽ അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടെന്നുള്ളതാണ് അല്ലേ? ആ 5 സ്റ്റാഫ് ഉണ്ട് ഇവിടെ. ക്യാപ്റ്റന്റെ സ്ഥലം എവിടെയാണ്? ഇവിടെ അടുത്ത് തന്നെ ആലപ്പുഴ. ആലപ്പുഴ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാറുണ്ടോ? ആ ആര് ജയിക്കും? പറയാൻ ആര് പറ്റില്ല. ജയിക്കണം എന്നാ എന്ന് പറയാൻ അത് സീക്രട്ടാ പറയാൻ പറ്റില്ല. നല്ല ശക്തമായ ശക്തമായ മത്സരം. ഉണ്ട്. ഞാൻ വയനാട് ജില്ലയാണ്. 10 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുള്ള വയനാട് ജില്ലയിൽ വയനാട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ ഒരു MP ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ദുഃഖം. ഒന്ന് പുറത്തുനിന്ന് വന്ന രാഹുൽ ഗാന്ധി, രണ്ടാമത് വന്ന ആനി രാജ, മൂന്നാമത് വന്ന സുരേന്ദ്രൻ. 3 പേരും വയനാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നവരായിട്ട് ആരുമില്ല. വയനാടിൻ്റെ വന്യമൃഗശല്യത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇതേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് ശക്തമായ ഒരു മത്സരം അവിടെ സാധ്യതയുണ്ട്.